നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാർ. കൂട്ടരെ, നമ്മൾ ഒറ്റപ്പെടുമ്പം ഒറ്റപ്പെടൽ വല്ല സുഖമല്ല. അപ്പോൾ നമുക്ക് കൈത്താങ്ങാൻ ആരെങ്കിലും ഉണ്ടോ, ആടത്തെങ്കിലും സംസാരിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പെട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരാളടുത്ത് സംസാരിക്കാം. ആടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഫസ്റ്റ് ടൈമാണ്, അത് ഈ കാണുന്ന സമയത്ത് നിങ്ങളുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾ ആളത്ത് കമൻ്റായിട്ട് രേഖപ്പെടുത്തും. അല്ലെങ്കിൽ ആമേൻ പറയും. ഭയങ്കര പോസിറ്റീവാണ്. നമ്മൾ നമ്മൾ കൈത്താങ്ങായിട്ട് ആൾ നമ്മളെ ഉയർത്തും. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ കാണിച്ചത്. ഈശോ ഭയങ്കര പോസിറ്റീവ് മൈൻഡാണ്. അതായത് നമ്മൾ നമ്മളാരും നമ്മളെ കൈത്താങ്ങില്ല. അപ്പോൾ നമ്മളെ ഈ ദൈവമായിട്ട് നിയോഗിക്കും. നമ്മൾ വലത് കൈ പിടിക്കാൻ എൻ്റെ അമ്മയും ഇടത് കൈ പിടിക്കാൻ എൻ്റെ ഒരു സുഹൃത്തായ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അത് ഈശോയായിട്ട് തോന്നിച്ചത് ആയിരിക്കാം. അത് നമ്മൾ പടുകൂടി വീഴുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം വരുമ്പോൾ നമുക്ക് ആരെങ്കിലും ഒരു സംസാരിക്കാം. ആ സമയത്ത് എനിക്ക് സംസാരിക്കാൻ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാരണവശാലും നമ്മൾക്ക് ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ, അസുഖങ്ങളൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ കൂടുതലും ദൈവത്തോട് അടുക്കുന്നത്. അപ്പോഴേ നമ്മൾ കോവിലൊക്കെ പോവുള്ളൂ, അല്ലെങ്കിൽ പള്ളിയിൽ പോവുള്ളൂ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇപ്പം നമുക്ക് സന്തോഷമുണ്ട്, പണമുണ്ട്, ഒരു പ്രശ്നമില്ല, നമ്മൾ അമ്പലത്തിലെ പള്ളിയിൽ പോവില്ല. അങ്ങനെ ഒരിക്കലും നമുക്ക് പ്രശ്നം വരുമ്പം ആശ്രയിക്കാനുള്ളത് മാത്രമാവരുത് ദൈവം. നമ്മൾ റെഗുലർ എന്നും പോകണമെന്നും നിർബന്ധമില്ല. നമ്മൾ എണീക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട്, ആരായാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനും മുസ്ലിം ആയാലും പ്രാർത്ഥനയോടെ ജീവിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് ഭവിക്കും. നമ്മളെ കൂടെ ആ ഒരു പവർ, പ്രപഞ്ചശക്തി, ഏത് മതസ്ഥരായാലും, ഞാനൊക്കെയാണെങ്കിൽ അത്രയും പെട്ട സമയത്ത് ഈശോ എന്നൊരു പവർ, അല്ലെങ്കിൽ ദൈവം എന്നൊരു പവർ എന്നിൽ, അതെനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ദൈവത്തെ വിളിക്കരുത്. കണ്ടിന്യൂസ്, അത് ഡെയിലി, എവിടെയായാലും, പള്ളിയിലായാലും എവിടെയായാലും നമ്മൾ ദൈവത്തെ സ്മരിക്കുക, നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുക. എല്ലാം പോസിറ്റീവ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഈശോയോട് സംസാരിക്കൂ, അല്ലെങ്കിൽ ദൈവത്തോട് കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. ഉറപ്പായിട്ടും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. അതിൻ്റെ 100% ഞാൻ ഉറപ്പ് തരുന്നു. പ്രാർത്ഥിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.